വെറുപ്പിൽ വിരിഞ്ഞ പ്രണയം ഭാഗം 10. ഇന്ന് മുഴുവനും താൻ അവളെ മറന്നല്ലോ എന്നതിൽ അവന് കുറ്റബോധം തോന്നി. ഹലോ ഷാനു, തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഫോൺ എടുത്ത ഉടനെ വേവലാതിയോടെയുള്ള അവളുടെ ചോദ്യമാണ് അവൻ കേട്ടത്. ഒന്നുമില്ലടോ, കുറച്ച് തിരക്കിലായിപ്പോയി. ഫോണാണെങ്കിൽ സൈലന്റുമായിരുന്നു. അവൻ അവളെ സമാധാനിപ്പിച്ചു. ഞാൻ ഫോൺ എടുക്കാതിരുന്നപ്പോ ഞാൻ പേടിച്ചുപോയി. വല്ലതും പറ്റിക്കാണുമെന്ന് കരുതി ഉരുകുകയായിരുന്നു. അത്രയും പറഞ്ഞപ്പോൾ തന്നെ അവൾ കരഞ്ഞു പോയിരുന്നു. താൻ കരയാതെ, താനിങ്ങനെ വിഷമിക്കുന്നത് കാണാൻ എനിക്കാവില്ല. അവളുടെ കരച്ചിലിന്റെ ഏങ്ങൽ കേട്ടതും അവനെ ഉള്ളം നീറുന്നത് പോലെ തോന്നി. അല്ല, താൻ എന്തിനെ വിളിച്ചേ? എന്തെങ്കിലും കാര്യമുണ്ടോ? വിഷയം മാറ്റാനായി അവൻ ചോദിച്ചു. അത് പിന്നെ ഉപ്പയെ റൂമിലേക്ക് മാറ്റി, അത് പറയാനാ ഞാൻ വിളിച്ചേ. അവൾ കരച്ചിലെന്ന് അടക്കിക്കൊണ്ട് പറഞ്ഞു. ആണോ? നല്ല കാര്യമാണല്ലോ. തനിക്കിപ്പോ സന്തോഷമായില്ലേ? ആ സന്തോഷം അറിയിക്കാനല്ലേ രാവിലെ മുതലേ കിടന്ന് വിളിക്കുന്നത്. എന്നിട്ട് എപ്പോഴാ ഒന്ന് ഫോൺ എടുത്തേ? പിണങ്ങാതെടോ, ഇവിടെ എന്റെ എളാപ്പയും ഫാമിലിയും വന്നിട്ടുണ്ട്. രാവിലെ അവരെ പിക്ക് ചെയ്യാൻ പോയി. പിന്നീട് അങ്ങോട്ട് അവരുടെ സംസാരിച്ചും ഓഫീസ് കാര്യങ്ങൾ നോക്കിയും സമയം പോയതറിഞ്ഞില്ല. അവൻ അവന്റെ ഭാഗം വിവരിച്ചു കൊടുത്തു. ആണോ? അവരൊക്കെ പെട്ടെന്ന് എന്താ വന്നത്? അത് പിന്നെ ഞങ്ങളുടെ കസിന്റെ കല്യാണമാണ് നെക്സ്റ്റ് വീക്ക്, അതിലേക്ക് വന്നതാ. ആണോ? അവൾ ചോദിച്ചു. ആ, പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷം? എന്നെ വിളിച്ചിട്ട് കിട്ടാതിരുന്നപ്പോ ഞാൻ പറ്റിച്ചിട്ട് പോയെന്ന് കരുതിയോ? അങ്ങനെ തന്നെ കുറിച്ച് ഒരു തോന്നൽ ഇതുവരെ തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു വിശ്വാസക്കുറവുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ അങ്ങനെയൊക്കെ നടക്കാൻ ഞാൻ സമ്മതിക്കുമായിരുന്നു. അവൾ അവനോടുള്ള വിശ്വാസം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോ ഇന്നലെ നടന്നതിൽ എനിക്ക് സമ്മതമായിരുന്നു? അവൻ ഒരു കൊഞ്ചലോടെ ചോദിച്ചു. പെട്ടു എന്ന് മനസ്സിലാക്കി അവൾ ചുണ്ട് കടിച്ചുപോയി. അത് പിന്നെ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. തന്നെ എനിക്ക് വിശ്വാസമാണെന്നാ അവൾ വിക്കി വിക്കി പറഞ്ഞു. പിന്നെ ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാൻ കുറച്ച് ബിസി ആയിരിക്കും. കല്യാണത്തിന്റെ പർച്ചേസിങ്ങും ഓഫീസും ഒക്കെ നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് വിളിച്ചാൽ കിട്ടിയില്ലെങ്കിലും അങ്ങോട്ട് വിളിച്ചില്ലെങ്കിലും ഒന്നും എന്റെ പൂച്ചക്കണ്ണി പിണങ്ങരുത്, മനസ്സിലായോ? അവൻ മുൻകൂറായി പറഞ്ഞു വെച്ചു. അപ്പോ ഒരു മെസ്സേജ് അയക്കാൻ പോലും ടൈം ഉണ്ടാവില്ലേ? സങ്കടം നിറഞ്ഞതായിരുന്നു ആ ചോദ്യം. എന്റെ പെണ്ണെ, വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും പറ്റില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അഥവാ തിരക്കിലെങ്ങാനും പെട്ട് അങ്ങനെ വന്നാ താൻ ടെൻഷൻ അടിക്കാതിരിക്കാനാ മുൻകൂറായി പറഞ്ഞു തന്നത്. അവൻ അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. എങ്കിലും പെണ്ണിന്റെ ഉള്ളിൽ പിണക്കം ബാക്കിയുണ്ട്. അത് മാറ്റാനായി ഇത്തിരി കഷ്ടപ്പെടേണ്ടി വന്നു അവന്. മോളെ നൂറ, ഈ ചായ മോള് കൊണ്ടുപോയി ഷാനുവിന് കൊടുക്ക്. ആന്റിക്ക് കുറച്ച് പണിയുണ്ട്, അതാ. ആമിന അവളെ അവനരികിലേക്ക് പറഞ്ഞു വിട്ടു. എങ്ങനെയെങ്കിലും അവർ തമ്മിൽ ഒരിഷ്ടം ഉണ്ടാക്കിയെടുക്കാനുള്ള പ്ലാനിങ് അവർ ആരംഭിച്ചിരുന്നു. അതിന്റെ ആദ്യ പടി എന്നോണമാണ് ഈ ചായ കൊടുക്കൽ. അതിനെന്താ ആന്റി, ഞാൻ കൊണ്ടു കൊടുക്കാലോ. അവൾ ചായയുമായി അവന്റെ റൂമിലേക്ക് പോയി. എന്നാൽ അവനെ അവിടെ എങ്ങും കണ്ടില്ല. ഷാനു, ഷാനു, അവനെ തിരഞ്ഞ് അവൾ വിളിച്ചു. ദാ, ഞാൻ ഇവിടെയുണ്ട്. റൂമിലെ ബാൽക്കണിയിൽ നിന്നായിരുന്നു ആ ശബ്ദം വന്നത്. അവൾ കപ്പുമായി അങ്ങോട്ട് നടന്നു. അവിടെ അവൻ വർക്കൗട്ട് ചെയ്യുകയായിരുന്നു. ഒരു ഷോർട്സും സ്ലീവ്ലെസ് ബനിയനുമാണ് വേഷം. ഫുൾ ഫിറ്റായ അവന്റെ ആ ബോഡിയിലേക്ക് അവൾ അറിയാതെ നോക്കി നിന്നുപോയി. രോമക്കാടുകളൊന്നുമില്ലാത്ത വിരിഞ്ഞ അവന്റെ ആ നെഞ്ച്, മസിലുകളുള്ള ആ കൈകൾ, എല്ലാം അവൾ പരിസരം മറന്ന് കൊതിയോടെ നോക്കി നിന്നു. താനെന്താ എന്നെ ആദ്യമായി കാണുന്നത് പോലെ ഇങ്ങനെ നോക്കുന്നേ? അവൻ അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാവാതെ ചോദിച്ചു. അത് പിന്നെ ആദ്യമായല്ലേ നിന്നെ ഈ കോലത്തിൽ കാണുന്നത് എന്നവൾ മനസ്സിൽ പറഞ്ഞു. ഡി, നിന്നോടല്ല ചോദിച്ചേ. ഉറക്കെയുള്ള അവന്റെ
രണ്ടാമത്തെ ചോദ്യത്തിലാണ് അവൾക്ക് ബോധം വന്നത്. അത് പിന്നെ ഞാൻ വെറുതെ ദാ ആന്റി ചായ തരാൻ പറഞ്ഞു വിട്ടതാ എന്നെ. അവൾ ചായക്കപ്പ് അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അതവിടെ വെച്ചേക്കേ. അത്രയും പറഞ്ഞ് അവൻ വീണ്ടും വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. അവിടെ നിന്നും തിരിച്ചു പോരുമ്പോൾ അവളുടെ മനസ്സിൽ നിറയെ ആ ശരീരമായിരുന്നു. ഇതുവരെ അവൾക്ക് അവനോട് അങ്ങനെ ഒരു താല്പര്യം തോന്നിയിട്ടില്ലായിരുന്നു. എന്നാൽ ഇന്ന് അവനെ ആ കോലത്തിൽ കണ്ടപ്പോൾ അവൾക്കുള്ളിൽ അവൻ സ്ഥാനം പിടിച്ചു. വിരിഞ്ഞ ചിരിയോടെ ഓരോന്നും ആലോചിച്ചു വരികയായിരുന്ന അവൾ അറിയാതെ ഷഹാനയെ തട്ടിയിട്ടു. അല്ലാ, നിനക്ക് കണ്ണ് കണ്ടൂടെ പോത്തെ, എന്റെ നടുവിപ്പോ ഒടിഞ്ഞേനെ. നടുവും തടവിക്കൊണ്ട് വീണെടുത്തു തന്നെ കിടന്ന് ഷഹാന പറഞ്ഞു. സോറി മോളെ, ഞാൻ കണ്ടില്ല. ഇത്രയും വലിയ ഉണ്ട കണ്ണുണ്ടായിട്ടും കണ്ടില്ലെന്നോ? ഷഹാന മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അത് പിന്നെ ഞാൻ എന്തോ ചിന്തയിലായിരുന്നു, അതാ നിന്നെ ശ്രദ്ധിക്കാതെ പോയെ. അവൾ ഷഹാനയെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എന്താണ് മോക്കിന്ന് വല്ലാത്തൊരു ചിന്ത? കാര്യമായ എന്തോ ആണ്, എന്നോടും കൂടി പറ, ഞാനും കേൾക്കട്ടെ. ഷഹാന അവളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ ഞാൻ സമയമാകുമ്പോ പറയാം. ഇപ്പോ മോള് വേഗം റെഡിയായി കോളേജിലേക്ക് വിട്ടോ, നൂറ ഷഹാനയെ റൂമിലേക്ക് തള്ളിക്കൊണ്ടു പറഞ്ഞു. ഞാനിന്ന് പോണോ? നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ പോണ്ടേ? അപ്പോഴാണ് അക്കാര്യം നൂറയും ഓർത്തത്. അത് ശരിയാ, ഇപ്പോഴേ എടുത്താലല്ലേ സ്റ്റിച്ചൊക്കെ ചെയ്ത് കിട്ടുള്ളൂ. നൂറയും അത് ശരിവെച്ചു. എന്നാ നമുക്ക് ഉമ്മാനോട് പറയാം, അവരൊക്കെ വരണ്ടേ ഡ്രസ്സ് എടുക്കാൻ. എപ്പോഴാ റെഡിയാവേണ്ടതെന്ന് ചോദിച്ചു നോക്കാം. അതും പറഞ്ഞ് രണ്ടുപേരും താഴേക്ക് പോയി. നമുക്ക് ഉച്ചയ്ക്ക് ശേഷം പോകാം, അതാകുമ്പോ ഷാനുവിനോട് ഓഫീസ് വർക്കൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് വരാൻ പറയാം. ആമിന പറഞ്ഞതും നൂറക്കുള്ളിൽ സന്തോഷത്തിന്റെ അമിട്ട് പൊട്ടി. ആണോ, ഷാനു വരുമോ? അവൾ ആവേശത്തോടെ ചോദിച്ചു. പിന്നെ ഇക്ക വരാതെ? ഇക്കയുടെ സെലക്ഷനാണ് അടിപൊളി. എന്റെ ഒട്ടുമിക്ക ഡ്രസ്സും ഇക്ക സെലക്ട് ചെയ്യുന്നതാ. പക്ഷേ പുള്ളി അങ്ങനെ ഷോപ്പിലൊന്നും വരില്ല. ഞാൻ പിക്കെടുത്തയക്കും, അപ്പോ അങ്ങേര് സെലക്ട് ചെയ്യും. നല്ല മൂഡാണെങ്കിൽ മാത്രമേ കൂടെ വരൂ, ഷഹാന പറഞ്ഞു. അവനോട് ഞാൻ വരാൻ പറയാം. ഞാൻ പറഞ്ഞ അവൻ എന്തായാലും വരും. ആമിയ മകനിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എന്താണ് ഇവിടെ ഒരു ചർച്ച? അങ്ങോട്ട് വന്ന മറിയമ്മ ചോദിച്ചു. അത് പിന്നെ ഉമ്മ, നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് പറയുമായിരുന്നു. നോറയുടെ ഉമ്മ ആയിഷയാണ് പറഞ്ഞത്. ആണോ, നന്നായി. എപ്പോഴാ പോകുന്നേ? അത് ഉച്ച കഴിഞ്ഞ് പോകാമെന്ന് പറയുകയായിരുന്നു. അതാകുമ്പോ ഷാനുവിനും വരാമല്ലോ. എന്നാ നടക്കട്ടെ. അതും പറഞ്ഞവർ റൂമിലേക്ക് പോയി. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് ഷാനു അങ്ങോട്ട് വരുന്നത്. ബ്ലാക്ക് ഷർട്ട് ഇൻ ചെയ്ത് കയ്യിൽ ഒരു കോട്ടുമായി വരുന്ന അവനെ നൂറ കണ്ണെടുക്കാതെ നോക്കി നിന്നു. ആ കളറിൽ അവൻ ഒന്നുകൂടി ചുവന്നതായി അവൾക്ക് തോന്നി. അവൾ അവനായി തന്റെ അരികിൽ ഒരു ചെയർ വലിച്ചിട്ടു. മോനെ ഷാനു, നീ ഓഫീസ് വർക്കൊക്കെ പെട്ടെന്ന് തീർത്ത് ഉച്ചക്കുള്ളിൽ തന്നെ വരണേ. അതെന്തിനാ ഉമ്മ? അവൻ കാര്യമറിയാതെ ചോദിച്ചു. അത് കല്യാണത്തിന് എല്ലാവർക്കുമുള്ള ഡ്രസ്സ് എടുക്കണ്ടേ? ബാക്കിയുള്ളവരൊക്കെ അപ്പോഴേക്കും അവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഉമ്മ അവനോട് പറഞ്ഞു. അതിന് ഞാനെന്തിനാ? നിങ്ങളെല്ലാവരുമില്ലേ? അവൻ കൂടെ പോകാൻ താല്പര്യമില്ലാത്തതുപോലെ ചോദിച്ചു. നിങ്ങൾ കസിൻസ് എല്ലാവർക്കും ഒരുപോലുള്ള ഡ്രസ്സ് എടുക്കണ്ടേ? അപ്പൊ നീയും വേണ്ടേ? അവനെ എങ്ങനെയെങ്കിലും കൂടെ കൊണ്ടു പോകണമെന്ന് ഉദ്ദേശിച്ചു കൊണ്ട് പറഞ്ഞു. നോക്കട്ടെ ഉമ്മ, ഞാൻ പറ്റുമെങ്കിൽ വരാം, ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അവനെ അവരുടെ കൂടെ പോകാൻ തീരെ താല്പര്യമില്ലായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ജോലിയെല്ലാം പെട്ടെന്ന് തീർത്ത് ലീലയെ കാണാൻ പോകണമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് അവരുടെ ഈ പ്ലാനിങ്. ഇന്നലെ വിളിക്കാത്തതിലുള്ള പിണക്കവും പരാതിയുമൊക്കെ സർപ്രൈസായി ചെന്ന് അവളെ ഒന്ന് ഞെട്ടിച്ചുകൊണ്ട് മാറ്റിയെടുക്കാമെന്ന് കരുതിയതാണ്. പക്ഷേ ഇപ്പോ എന്ത് ചെയ്യും എന്നാലോചിച്ചിരുന്നു പോയി. നീ എന്താ ഒന്നും കഴിക്കാതെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നേ? അമ്മായിയാണ് ചോദിച്ചത്. രാവിലെ തന്നെ അവൻ ഇഷ്ടമുള്ള പാലപ്പവും കുറുമയും ഉണ്ടാക്കി അവനെ കാത്തിരിക്കുകയായിരുന്നു അവർ. ഒന്നുമില്ല അമ്മായി, ഞാൻ കഴിക്കാം. അതും പറഞ്ഞവൻ
ഒരു കഷ്ണം അപ്പം കറിയും കൂട്ടി വായിൽ വെച്ചതും അടിപൊളി, എന്നാ ടേസ്റ്റാ. ഇതൊക്കെ കൊടുത്തിട്ടാണോ ഇവൾ അമ്മായിന്റെ കുക്കിംഗ് മോശമാണെന്ന് പറഞ്ഞത്? അതും പറഞ്ഞ് നൂറയുടെ തലയിൽ ഒരു കൊട്ട് വെച്ചു കൊടുത്തു. ആ, അവൾക്കത് ചെറുതായി വേദനിച്ചു. അതിന് പകരമെന്നോണം അവൾ അവന്റെ കവിളിൽ ഒന്നമർത്തി കടിച്ചു. എന്റെ റബ്ബേ, അവൻ വേദന കൊണ്ട് പുളഞ്ഞു. നീ എന്തായി കാണിച്ച നൂറ? അവളുടെ ഉമ്മ ദേഷ്യത്തോടെ അവളെ അടിക്കാനായി കൈയോങ്ങി. അത് സാരമില്ല, അവനായിട്ട് തുടങ്ങി വെച്ചതല്ലേ. ഷാനുവിന്റെ ഉമ്മ അവരെ സമാധാനിപ്പിച്ചു. എനിക്ക് വേദനിച്ചിട്ടാ ഞാൻ കടിച്ചേ. അവൾ അത്രയും പറഞ്ഞ് അവന്റെ കവളിലേക്ക് നോക്കി. അവിടം തന്റെ മുഴുവൻ പല്ലിന്റെ അടയാളങ്ങൾ നന്നായി കാണുന്നുണ്ടായിരുന്നു. സോറി, വേദനിച്ചോ? അവൾ സങ്കടത്തോടെ ചോദിച്ചു. അതൊന്നും സാരമില്ല, അവൻ ചിരിയോടെ പറഞ്ഞ് അവളുടെ കവിളിലൊന്ന് തട്ടി. ദേ, ഈ കുരിപ്പ് ഇതുപോലൊക്കെ എന്നെ എന്തൊക്കെ ചെയ്യാറുണ്ടെന്നോ. അവളെ പോലെ തന്നെയല്ലേ എനിക്ക് നീയും. ഷഹാനിയെ ചൂണ്ടിക്കൊണ്ട് അവൻ അത് പറഞ്ഞതും അവളുടെ മുഖം ഒന്ന് വാടി. അവളെ പോലെയാണോ ഞാൻ? അതോ ഇനി അവരും തന്നെ പെങ്ങളെ പോലെയാണോ കാണുന്നത് എന്നൊരു സംശയം അപ്പോ അവളുടെ മനസ്സിൽ ഉടലെടുത്തു. ഇല്ല, ഒരിക്കലും നിന്റെ പെങ്ങളായിരിക്കാനല്ല, മറിച്ച് നിന്റെ ഭാര്യയുടെ സ്ഥാനത്ത് നിൽക്കാനാ എനിക്കിഷ്ടം, അവൾ മനസ്സിൽ പറഞ്ഞു. ഷഹാനിയെ പോലെ എന്ന് കേട്ടപ്പോൾ ആമിനയുടെ ഉള്ളിലും ഒരു പേടി വന്നു. അവനെ എങ്ങനെയെങ്കിലും മനസ്സ് മാറ്റി അവളെ അവന്റെ പാതിയാക്കണമെന്ന് അവർ ഉറപ്പിച്ചിരുന്നു. ഓഫീസിൽ ചെന്ന് ഷാനു അന്ന് നോക്കാനുണ്ടായിരുന്ന ഫയൽസും മെയിൽസും ഒക്കെ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്തു തീർത്തു. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ 5 മിനിറ്റെങ്കിലും ലിയയുടെ കൂടെ നിൽക്കണമെന്ന് അവന് ആഗ്രഹമുണ്ടായിരുന്നു. ഈ സമയം ലിയ ഉപ്പാക്ക് മരുന്ന് കൊടുക്കുകയായിരുന്നു. മോളെ, അയാൾ അവളെ നോക്കി വിളിച്ചു. എന്താ ഉപ്പ? ഇവിടെ ഹോസ്പിറ്റലിൽ ഒരുപാട് പൈസ ചെലവായിട്ടുണ്ടാവില്ലേ? മോൾ അതൊക്കെ എങ്ങനെയാണ് അടച്ചത്? ആ വേദനയിലും തന്റെ കുടുംബം എങ്ങനെ കഷ്ടപ്പെട്ടു എന്ന ചിന്തയായിരുന്നു അയാൾക്ക്. അത് പിന്നെ കുറച്ച് ഞാൻ ഉമ്മാന്റെ ഗോൾഡ് കൊടുത്തടച്ചു. അല്ലാ, അതൊക്കെ മോള് കൊടുത്തോ? മോക്ക് വേണ്ടി ഉപ്പ ആകെ ഉണ്ടാക്കി വെച്ചത് അത് മാത്രമല്ലേ, അതെന്തിനാ കൊടുത്തത്? അയാൾ അത് പറയുമ്പോൾ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അതാണോ ഉപ്പ വലുത്? ഞങ്ങൾക്ക് നിങ്ങളല്ലേ വലുത്? അവൾ ചിരിയോടെ അയാളുടെ നെറ്റിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. അപ്പോ ബാക്കി പൈസയോ? ആ ചോദ്യത്തിൽ അവൾ ഒന്ന് വിയർത്തു. ഉമ്മ വിശ്വസിച്ചതുപോലെ ആരെന്നറിയാത്ത ഞങ്ങളെ സഹായിക്കാൻ പടച്ചോൻ അയച്ചതാണെന്ന് ഉപ്പാനോട് പറഞ്ഞ എന്ത് സംഭവിക്കുമെന്ന് അവൾ ഭയന്നു. അത് പിന്നെ ഉപ്പ, എന്റെ ഫ്രണ്ടിന്റെ ബ്രദറാണ് സഹായിച്ചത്. ആണോ? നമുക്ക് ഇവിടെ നിന്നിറങ്ങി ജോലിക്കൊക്കെ പോയി തുടങ്ങിയ കുറേശ്ശെയായി അതൊക്കെ വീട്ടാം. അയാൾ കരുതിയത് റനയുടെ ബ്രദറാണെന്നാണ്. അയാളുടെ അറിവിൽ തങ്ങളെ സഹായിക്കാനും മാത്രം മോളോട് അടുപ്പമുള്ള കൂട്ടുകാരി റന മാത്രമാണ്. അവളുടെ ഉമ്മയും ഉമ്മാമയും വീട്ടിൽ പോയിരുന്നു. ഉപ്പാക്കുള്ള കഞ്ഞിയുമായി വരാമെന്ന് പറഞ്ഞാണ് പോയത്. ഇപ്പോ കുഴപ്പമൊന്നുമില്ലാത്തത് കൊണ്ട് ഉമ്മാമയെ വീട്ടിലുമാക്കി. ലിയ മരുന്ന് വാങ്ങാനായി പുറത്തുപോയ സമയത്താണ് ഷാനു റൂമിലേക്ക് വന്നത്. ഇതുവരെ കണ്ട് പരിചയമില്ലാത്ത ആളെ കണ്ടതും അവളുടെ ഉപ്പ സംശയത്തോടെ അവനെ ഒന്ന് നോക്കി. ആരാ മോനെ, റൂമ് മാറിപ്പോയതാണോ? അയാൾ അവനോട് ചോദിച്ചു. ലിയയുടെ ഉപ്പയല്ലേ? അവൻ സംശയമൊന്നുമില്ലാതെയാണ് ചോദിച്ചത്. അതെ, മോനെങ്ങനെ ലിയയെ അറിയാം? അത് പിന്നെ എന്റെ സിസ്റ്ററിന്റെ ഫ്രണ്ടാണ് ലിയ. അവൾ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആണോ? എനിക്കറിയില്ലായിരുന്നു. മോള് ഫാർമസിയിൽ പോയിരിക്കുവാ, മോൻ ഇരിക്കേ. അയാൾ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് ലിയ അങ്ങോട്ട് വന്നത്. ഉപ്പാക്കരികിൽ ഇരുന്ന് സംസാരിക്കുന്ന ഷാനുവിനെ കണ്ടതും അവൾ അടിമുടിയൊന്ന് വിറച്ചുപോയി. വാതിൽക്കൽ തന്നെ നിന്നിരുന്ന അവളെ കണ്ടതും ഉപ്പ പറഞ്ഞു. നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? ഇതാ നിന്റെ ഫ്രണ്ടിന്റെ ഇക്കാക്ക വന്നിട്ടുണ്ട്. അയാൾ അത് പറഞ്ഞപ്പോഴാണ് ഷാനു വാതിൽക്കലേക്ക് നോക്കിയത്. അപ്പോഴതാ പുലിയെ കണ്ട് പേടിച്ച പേടമാലിനെ പോലെ അവൾ നിന്ന് വിയർക്കുന്നു. ആ നിൽപ്പും ഭാവവും കണ്ടപ്പോൾ അവന് പാവം തോന്നി. ലിയ, അവൻ വിളിച്ചപ്പോഴാണ് അവൾ ഒന്ന് ഞെട്ടിക്കൊണ്ട് അകത്തേക്ക് കടന്നത്.
നിങ്ങൾ എപ്പോ വന്നു? അവൾ വലിയ പരിചയം കാട്ടാതെ ചോദിച്ചു. ഞാൻ ഇപ്പോ വന്നതേയുള്ളൂ. ഇന്ന് ചെറിയൊരു ഷോപ്പിങ്ങിന് പോകാൻ ഫാമിലി റെഡി ആയിട്ട് വിളിക്കുന്നുണ്ട്. അതാ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയത്. അപ്പൊ പിന്നെ ഉപ്പാനെയും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. ഉപ്പാന്റെ മുഖത്ത് നോക്കിയാണ് എല്ലാം പറയുന്നതെങ്കിലും കേൾക്കേണ്ട ആൾക്ക് എല്ലാം മനസ്സിലായിരുന്നു. ഉപ്പയുടെ കണ്ണു വെട്ടിച്ച് അവൻ അവളെ ഒരു നോക്ക് കൊതിയോടെ നോക്കി. അപ്പോഴേക്കും അവളുടെ ഉമ്മയും എത്തിയിരുന്നു. അല്ല, മോനെപ്പോ വന്നു? അവർ സ്നേഹത്തോടെ ചോദിച്ചത് കേട്ടതും അവളുടെ ഉപ്പാക്ക് ഒന്നും മനസ്സിലായില്ല. താൻ ആദ്യമായാണ് ഈ ചെറുപ്പക്കാരനെ കാണുന്നത്. പക്ഷേ തന്റെ ഭാര്യയ്ക്ക് അവനെ നേരത്തെ പരിചയമുള്ളത് പോലെയാണ് സംസാരം. ഞാൻ ഇപ്പൊ വന്നതേയുള്ളൂ ഉമ്മ, അവൻ മറുപടി പറഞ്ഞു. നിങ്ങൾക്ക് ആളെ മനസ്സിലായോ? മോളുടെ ഫ്രണ്ടിന്റെ ഇക്കാക്കിയാ. ഈ മോനാ നിങ്ങളുടെ ബില്ലൊക്കെ അടച്ചത്. അവരത് പറയുമ്പോൾ നന്ദിയോടെ അവനെ നോക്കി. ഈ മോനാണോ? ഞാൻ കരുതി റനമോളുടെ ഇക്കാക്കിയായിരിക്കുമെന്ന്. അയാൾ പറഞ്ഞതും ഷാനുവിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ദേഷ്യം നിറഞ്ഞു. അവന്റെ പേര് കേൾക്കുന്നത് പോലും അവന് ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ ഉള്ളിലുള്ള ദേഷ്യം മറച്ചുകൊണ്ട് അവൻ അയാളെ നോക്കി ഒന്ന് ചിരിച്ചതേയുള്ളൂ. എന്നാ ഞാൻ ഇറങ്ങട്ടെ, പോയിട്ട് അത്യാവശ്യമുണ്ട്, അതാ. അവൻ അതും പറഞ്ഞ് അവിടുന്ന് ഇറങ്ങാനൊരുങ്ങി. ലിയക്കാവട്ടെ അവൻ അത്രയും അടുത്തുണ്ടായിട്ടും ഒന്ന് സംസാരിക്കാൻ പോലും പറ്റാത്തതിന്റെ വിഷമമായിരുന്നു. അവനത് മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇറങ്ങുമ്പോൾ ആരും കാണാതെ അവളുടെ കയ്യിലൊന്ന് മുറുകെ പിടിച്ചവൻ. ഉമ്മ ഉപ്പാക്ക് കഞ്ഞി കൊടുക്കുകയായിരുന്നു. അതുകൊണ്ട് അവർ രണ്ടുപേരും അതൊന്നും കണ്ടില്ല. പോയിട്ട് വരാമെന്ന് അവൾക്കരികിൽ നിന്ന് പറഞ്ഞ് അവൻ റൂമിന് പുറത്തേക്ക് ഇറങ്ങി. അവളോടൊന്ന് ശരിക്ക് സംസാരിക്കാൻ പറ്റാത്തതിൽ അവനും വിഷമമുണ്ടായിരുന്നു. വീട്ടിലെത്തുമ്പോൾ എല്ലാവരും റെഡിയായി നിന്നിരുന്നു. അവനും പെട്ടെന്ന് തന്നെ ഫ്രഷായി വന്നു. അടുത്തുള്ള ഏറ്റവും വലിയ ഷോപ്പിലേക്ക് തന്നെയാണ് പോയത്. അവരവിടെ എത്തുമ്പോഴേക്കും ബാക്കി ഫാമിലി മെമ്പേഴ്സും എത്തിയിരുന്നു. ആദ്യം തന്നെ പെണ്ണിനെ ഒരുക്കാനുള്ള ബ്രൈഡൽ ഡ്രസ്സ് നോക്കാൻ തീരുമാനിച്ചു. ഓരോ ഡ്രസ്സും ഇട്ടു നോക്കുന്നത് നൂറയും ഷഹാനയും കൂടിയാണ്. നൂറയാണ് ആദ്യം ഡ്രസ്സ് ചെയ്തു വന്നത്. പീച്ച് കളറിലുള്ള ഒരു ഗൗൺ ആയിരുന്നു അത്. അവളെ ആ വേഷത്തിൽ കണ്ടപ്പോ ശരിക്കും ഷാനു ഒന്ന് ഞെട്ടിപ്പോയി. ആദ്യമായാണ് അവളെ അങ്ങനെ ഒരു കോലത്തിൽ കാണുന്നത്. അമ്മായി, ഇവളെ കെട്ടിക്കാറായല്ലോ. ആ വേഷത്തിൽ അവളെ കണ്ടതും അവൻ ആദ്യം പറഞ്ഞത് അതാണ്. അതിന് അവളൊന്ന് സമ്മതിക്കണ്ടേ മോനെ, ഞാൻ എത്രയായി പറയുന്നു, അവളുടെ ഉമ്മ വിഷമത്തോടെ പറഞ്ഞു. അതൊക്കെ അവള് സമ്മതിക്കും. അവൾക്ക് പറ്റിയൊരു മൊഞ്ചിനെ ഞാൻ തന്നെ കണ്ടുപിടിക്കാം. അവൻ അത് പറയുമ്പോൾ അവളൊന്ന് വേദനിച്ചു. എനിക്ക് വേണ്ടി ആരും കഷ്ടപ്പെടണ്ട, എന്റെ ചെക്കനെ ഞാൻ തന്നെ കണ്ടെത്തിക്കൊള്ളാം. അവൾ അത് പറഞ്ഞ് അവനെ തന്നെ ഉറ്റുനോക്കി. രാവിലെ മുതലുള്ള അവളുടെ പ്രവൃത്തികളും നോട്ടവുമെല്ലാം ഷാനുവിന്റെ ഉമ്മയും പെങ്ങളും കാണുന്നുണ്ടായിരുന്നു. അവൾക്ക് അവനോടുള്ള പ്രണയം അവൻ അറിയും മുമ്പ് അവർ രണ്ടുപേരും തിരിച്ചറിഞ്ഞു. വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും ഒന്നു തന്നെ എന്നവർ മനസ്സിൽ കരുതി. ഇനി ഈ കല്യാണത്തിനായി അധികം തങ്ങൾ കഷ്ടപ്പെടേണ്ടി വരില്ലെന്ന് അവർക്ക് തോന്നി. അവളോട് വീട്ടിൽ ചെന്ന ഉടനെ ഇക്കാര്യങ്ങൾ സംസാരിക്കണമെന്ന് അവർ തീരുമാനിച്ചു. പിന്നെ അവർക്കെല്ലാവർക്കുമുള്ള ഡ്രസ്സ് നോക്കാൻ തുടങ്ങി. ആദ്യം ഗേൾസിന് എടുത്തിട്ട് അതിന് മാച്ചാവുന്ന കളർ തന്നെ ബോയ്സിനും എടുക്കാമെന്ന് തീരുമാനിച്ചു. എല്ലാവർക്കും ഒരുപോലെ സാരി ആക്കാമെന്ന് കരുതി അവർ നേരെ സാരികളുള്ള ഫ്ലോറിലേക്ക് പോയി. ഫാൻസി സാരി മതി എന്നായിരുന്നു തീരുമാനം. ഓരോ മോഡലും നോക്കുന്നതിനിടയിൽ ഒരു പിങ്ക് കളർ സാരി അവന്റെ കണ്ണിലുടക്കി. അത് ലിയക്ക് നന്നായി ചേരുമെന്ന് അവന് തോന്നി. അത് കയ്യിലെടുത്ത് അവൻ തിരിച്ചും മറിച്ചും നോക്കുന്നത് നൂറ ശ്രദ്ധിച്ചിരുന്നു. അവൻ അരികിലേക്ക് വന്നവൾ ആ സാരി അവന്റെ കയ്യിൽ നിന്നും വാങ്ങി. ഇത് കൊള്ളാലോ, അവൾ അവനോട് ചോദിച്ചു. ആ, നന്നായിട്ടുണ്ട്. ഉടുത്താ കൂടുതൽ മൊഞ്ചത്തിയായിരിക്കും. അവൻ മനസ്സിൽ ലിയയെ ആ സാരി എടുത്ത് സങ്കല്പിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ എനിക്കിത് തന്നെ മതി. അതും പറഞ്ഞവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. നിനക്ക് വേറെ എടുത്തോ, ഇത് നിനക്ക് ചേരില്ല. അതെന്താ, ഷാനുവിന് ഇഷ്ടമായതല്ലേ ഈ സാരി, അപ്പോ എനിക്കിത് തന്നെ മതി. അവൾ അവന്റെ കൈ വിടുവിച്ചുകൊണ്ട് വാശിയോടെ പറഞ്ഞു. അവളോട് എന്ത് പറഞ്ഞ്
അത് തിരികെ വാങ്ങുമെന്നറിയാതെ അവൻ നിന്നു. എന്റെ സാരി സെലക്ട് ചെയ്തു, ദാ ഇതാ എന്റെ. അവളത് എല്ലാവർക്കും സന്തോഷത്തോടെ കാണിച്ചു കൊടുത്തു. നന്നായിട്ടുണ്ട് മോളെ. എങ്ങനെ നന്നാവാതിരിക്കും, ഷാനുവല്ലേ സെലക്ട് ചെയ്തത്. അവൾ അത് പറയുമ്പോൾ അവനെ നോക്കി ഒരു ഫ്ലൈയിങ് കിസ് കൊടുത്തു. അവനാവട്ടെ ലിയക്കായി ആദ്യമായി ആഗ്രഹിച്ചത് വാങ്ങിക്കൊടുക്കാൻ പറ്റാത്തതിന്റെ വിഷമത്തിലായിരുന്നു. അതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് അവനൊരു ഉഷാറ് കുറവുണ്ടായിരുന്നു. എല്ലാവരും ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും രാത്രിയായി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും എല്ലാവരും ക്ഷീണം പിടിച്ചിരുന്നു. സാധനങ്ങളൊക്കെ എടുത്ത് ഹാളിൽ സോഫയിൽ തന്നെ ഇട്ട് അവരവരുടെ റൂമിലേക്ക് പോയി. ഫ്രഷ് ആയി കിടന്നപ്പോൾ അവന്റെ ഉള്ളിൽ മുഴുവൻ ആ സാരിയിൽ നിൽക്കുന്ന ലിയയായിരുന്നു. ഇന്ന് ഉപ്പ കൂടെ ഉള്ളത് കൊണ്ട് അവൾക്കും ഫോൺ ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ഇടയ്ക്കൊക്കെ മെസ്സേജ് അയച്ചിരുന്നു.